കുട്ടികളെ ഞാനുണ്ടല്ലോ ഒരാഴ്ചത്തേക്കുള്ള ഇഡ്ഡലി ദോശ മാവാണ്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ അരക്കുമ്പോൾ അത് ഒരുമിച്ച് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങ് ഒരുമിച്ച് അരക്കാം. അരച്ചു കഴിഞ്ഞാൽ ആകെ ശ്രദ്ധിക്കേണ്ടത് ഒരു 2 മിനിറ്റ് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം. കയ്യിൽ കൊണ്ടല്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 3 പാത്രം, 3 മതിയാവും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു കുട്ടി ദോശ, മസാല ദോശ, ഇഡ്ഡലി, അങ്ങനെ ഒരു 3 പാത്രം ഞാൻ സെറ്റ് ചെയ്തു. സ്റ്റീൽ പാത്രം ആണെങ്കിൽ നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയാലും മതി. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ള മാവ് വൈകുന്നേരം എടുത്ത് പുറത്ത് വെക്കുക. രാവിലെ ആകുമ്പോൾ പൊങ്ങി ആവശ്യത്തിന് പുളിയൊക്കെ ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഈ പാത്രമൊക്കെ തുടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രീസറിൽ കൊണ്ടുപോയി ആരും വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആ മിക്സിയുടെ ജാറൊക്കെ തുടക്കുമ്പോൾ അതങ്ങ് എടുത്ത് മുഖത്തേക്ക് അങ്ങ് തേക്കുക. കയ്യിലും കഴുത്തിലൊക്കെ അങ്ങോട്ട് തേച്ചു. നല്ല അടിപൊളി സ്ക്രബാണ്. നല്ലതായിട്ട് സ്കിന്ന് ബ്രൈറ്റനിങ് പെട്ടെന്നാവുന്നത് കാണാൻ പറ്റും കേട്ടോ. പിറ്റേ ദിവസം ഞാൻ ഒരു ടിന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഉപ്പിടുന്നതിന് മുമ്പ് ഈ പുളിച്ച മാവും മുഖത്തേക്ക് വെക്കുന്നത് ഭയങ്കര ബെസ്റ്റാണ്. ബ്രൈറ്റനിങ് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഇതേ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചല്ല, കമന്റ് ചെയ്തു കേട്ടോ. ഞാനപ്പോൾ ഒരു മസാല ദോശ ഉണ്ടാക്കിയത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാലയായിരുന്നു. ബീട്രൂട്ടും ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ദോശയിൽ നല്ല നെയ്യൊക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. ഇവിടെ സിബിച്ചനെ ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് ഇങ്ങനെ പറയും. എനിക്ക് ആരെങ്കിലും ഒരു ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഉണ്ടാക്കാനായിട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചു, നമ്മുടെ പണിയൊക്കെ ഒന്ന് എളുപ്പമാവുമല്ലോ. അപ്പോൾ ഇത് മുഖത്തിടാനും മറക്കണ്ടട്ടാ. കുറച്ച്